ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഷാജൻ തുണ്ടത്തിലാണ്, ഷെറിക്സ് ആയുർവേദിക്സിൽ നിന്ന്. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഇദ്ദേഹം ഇന്ന് വന്നിട്ട് എത്ര നാളായി സാറേ? 90 ദിവസമായി. ഇന്നലെ 90 ദിവസമായി. ഓക്കെ, ഈ 90 ദിവസം കൊണ്ട് സാറിന് അനുഭവപ്പെട്ട കാര്യങ്ങളൊന്നും 90 ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം എനിക്ക് 100%, 95%-ഓളം ഭേദമായിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു ചെറിയ സ്പോട്ടിൽ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ കഴുത്തിൻ്റെ അവിടെ അവിടെ ബാക്ക് സൈഡിലും മറ്റേ പഴയതിൻ്റെ ഒരുപാട് മാറ്റമുണ്ട്. അത് തന്നെ ഒരു 90% മാറ്റമുണ്ട്. എന്നാലും ഒരു ശകലം വ്യത്യാസമുണ്ട്. നമ്മൾ ഇവിടെ വന്നേക്കുന്ന പോലത്തുള്ള മാറ്റം അവിടെ അനുഭവപ്പെടുന്നില്ല. ഒരു സ്പോട്ട് മാത്രം, ബാക്കിയെല്ലാം ഒരുമാതിരി എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഏകദേശം ഒരു 10-20 വർഷമായിട്ട് ഇതിൻ്റെ പുറകെ കിടന്ന് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. പത്യം കഴിച്ച് ഒരുപാടെടുത്ത് പോയി. അവിടുന്ന് എല്ലാം സിദ്ധവൈദ്യം വരെ കഴിച്ച് ഇതൊന്നും മാറ്റം കിട്ടാതെ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടാണ് ഞാനിവിടെ വരുന്നത്. വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ഒരുപാട് മാറ്റമുണ്ട്. വീട്ടിലും പറയുന്നത് ഇങ്ങനെയാണ്, മാറട്ടെ, പോയിക്കോ, പത്യം കഴിച്ചോ, പത്യം നോക്കിക്കോ എന്നുള്ള രീതിയിൽ വീട്ടുകാർക്കും സന്തോഷമാണ്. ഓക്കെ. നേരത്തെ കൈക്കും കാലിനും ഒക്കെ ജോയിന്റ് പെയിൻ ഉണ്ടായിരുന്നല്ലോ, വിരലുകൾക്ക് നീരും ഉണ്ടായിരുന്നു, കാലിൽ നീരുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നല്ല ശരിക്കും നീര് വരുമായിരുന്നു. ആ നീരെല്ലാം മാറിയിട്ടുണ്ട്. ഇവിടെ പത്തിക്ക് നല്ല നീരായിരുന്നു. പത്തിയുടെ നീരെല്ലാം മാറി ഇപ്പൊ ഇച്ചിരി ലൈറ്റ് ആയിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നല്ല പെയിൻ ആയിരുന്നു, നടക്കാനോ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പെയിൻ എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പൊ ലൈറ്റ് പെയിൻ മാത്രമേ ഉള്ളൂ, കൈയുടെ മാത്രം, ബാക്കിയെല്ലാം ഓക്കെ. കയ്യിൽ മാത്രമേ ഇപ്പൊ വേദന. കൈയുടെ ഈ തള്ളവറലിന്റെ ഈ ഭാഗത്ത് നല്ല ഇതായിരുന്നു. പ്രാവശ്യം നീരുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ആയിപ്പോയി. ഇലക്ട്രിക്കൽ വർക്ക് എനിക്ക്. അപ്പൊ എനിക്ക് കൂടുതൽ ലെഫ്റ്റ് ഹാൻഡാണ് ഉപയോഗിക്കുന്നത്. ഈ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി, ആ വിഷമത്തിലായിപ്പോയി. പിന്നെ ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ ചെറിയ ലൈറ്റായിട്ട് അറിയത്തില്ല, നമ്മൾ വേദന ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ ചെറിയ ഒരു പെയിൻ ഉള്ളൂ, അല്ലാതെ എനിക്ക് ബുദ്ധിമുട്ടില്ല. അതെല്ലാം മാറിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ടുണ്ട്. പിന്നെ കാലിന് നീരും എല്ലാം. നേരത്തെ എല്ലാ ചികിത്സാ രീതികളും നോക്കിയിട്ടുണ്ടല്ലോ, പരീക്ഷിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഒരുപാട് നോക്കി, ആയുർവേദം നോക്കി, സിദ്ധവൈദ്യം നോക്കി, എല്ലാം നോക്കി. ഇതിലൊന്നും യാതൊരു മാറ്റവും കണ്ടിട്ടില്ല. അടുത്തിടെ ഞാനാണെങ്കിൽ സിദ്ധവൈദ്യം ഞാൻ അവർ 90 ദിവസം 3 മാസം പറഞ്ഞത്, 2.5 മാസം കൊണ്ട് കംപ്ലീറ്റ് മാറുന്നത്. 100 ദിവസത്തോളം ഞാൻ കണ്ടിന്യൂ കഷായം കഴിച്ച്, കുഴപ്പമില്ല, മാറിയില്ല. പക്ഷെ അന്നേരം അവർ പറയുന്നത് പിന്നെ കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ട്, ഒരു ചേഞ്ച് വേണമല്ലോ. 90 ദിവസം കഴിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് മാറണമെന്നില്ല, പക്ഷെ നമുക്ക് ഒരു ചേഞ്ച് വേണം. ആ ചേഞ്ച് നമുക്ക് കണ്ടില്ല. അതിൽ പിന്നെ നമ്മൾ പിന്നെ നിർത്തിയ സംഭവം നിർത്തിയിട്ടാണ് ഞാൻ ഇത് കണ്ടുകൊണ്ട് ഇവിടെ വരികയും. ഇവിടെ എങ്ങനെയാ വരാൻ സാധിച്ചത്? ഇവിടെ വരാൻ ഞാൻ മൊബൈലിൽ കണ്ടായിരുന്നു, മൊബൈലിൽ വീഡിയോസ്. സാറിന് തന്നെ ഒരു ബന്ധുവാന്നും പറഞ്ഞ ഒരാളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രായമുള്ള പുള്ളി. അങ്ങനെ പറഞ്ഞാൽ പുള്ളിയുടെ അതൊക്കെ കണ്ടാണ്. പിന്നെ എന്തെങ്കിലും കണ്ടെന്നും പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് വന്നതല്ല. പിന്നെ നെറ്റിൽ കയറി കുറെ സെർച്ച് ചെയ്ത് ഇതിനെക്കുറിച്ച്. ഷെറിക്സ് എന്നാ പുള്ളി പറഞ്ഞെങ്കിൽ അടൂർ എവിടെയോ തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ മറ്റേ കാസർഗോഡായിരുന്നല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അപ്പൊ ഞാൻ നെറ്റിലൊക്കെ നോക്കി ചെക്ക് ചെയ്ത് അങ്ങനെയാണ് വിളിച്ചാൽ ഇവിടെ വരുന്നത്. കുഴപ്പമില്ല, സന്തോഷമുണ്ട്, മറ്റൊന്നുമില്ല. ഇപ്പം ഞാൻ ഇവിടെ മാറിയിട്ടുണ്ട്, സംഭവം എല്ലാം മാറിയിട്ടുണ്ട്. പക്ഷെ ബ്ലാക്ക് പാട് മാത്രമേ ഉള്ളൂ. അത് സ്വാഭാവികമാണല്ലോ. ഈ പാടുകൾ മുഴുവനായിട്ട് മാറി കിട്ടാനായിട്ട് നമുക്ക് ആകെ 6 മാസമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് 30ാമത്തെ ദിവസം വന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര വ്യത്യാസമാണ്. അത് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഈ 90 ദിവസത്തിലും വീഡിയോ എടുക്കുന്നത്. കാരണം എനിക്ക് ഷർട്ട് വിരിഞ്ഞിട്ട് എങ്ങും പോകാൻ പറ്റാത്തൊരു സ്റ്റേജ്. നമ്മൾ വലിയതായിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാം ചുമന്നിരിക്കുകയാണ്. ചുമന്ന പോലെ ആൾക്കാർ ഇതെന്തോ ആൾക്കാർ ചോദിക്കും. അത് ചോദിക്കുമ്പോഴാണ് നമുക്ക് മാനസികമായിട്ട് കൂടുതൽ പ്രശ്നം ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഭയങ്കരമായിട്ട് ചുമന്നിരിക്കുകയായിരുന്നു അവിടെ ഇവിടെ എല്ലാം. എല്ലാവരും കാണുന്നില്ല ഇതെന്തെന്നുള്ള ചോദ്യം. അപ്പൊ നമ്മൾ പറയും ഫുഡിന്റെ അലർജിയാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് ഒഴിവാക്കും. അങ്ങനെ ഇപ്പൊ സംഭവം എന്താണെന്ന് നമുക്കറിയാം, ഡോക്ടർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ അത് അപ്പോഴത്തേക്ക് പിന്നെ 100 അഭിപ്രായങ്ങളാണ്. അങ്ങനെ ഞാൻ ഒരുപാട് അടുത്ത് പോയി. ഇതുകൊണ്ട് തന്നെ വീഡിയോ കണ്ട പലയിടത്തും പോയിട്ടൊന്നും എനിക്ക് യാതൊരു കുറവില്ല. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റമുണ്ട്. നല്ല മാനസികമായിട്ടും ഒരു സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ മനസ്സിനെ ഭയങ്കരമായി. കാരണം വെച്ചാൽ എന്റെ തല, എനിക്ക് മുടി വെട്ടാൻ പോകാനൊക്കത്തില്ലായിരുന്നു. മുടി വെട്ടാൻ പോകാൻ അവര് അഥവാ മുടി വെട്ടാൻ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇത് നമുക്ക് ഇത് മുടിയൊക്കെ ക്ലിയർ ചെയ്യണമല്ലോ, ബ്ലഡ് ഇട്ട് ചെയ്യാനൊക്കത്തില്ല. ബ്ലഡ് ആകും, മുറിഞ്ഞിട്ട് ബ്ലഡ് വരുമായിരുന്നു. അതൊക്കെ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ വേറെ ഒരുപാട് ആൾക്കാർ മുടിവെട്ടാൻ വന്നിരിക്കും. അവരിതൊക്കെ ശ്രദ്ധിക്കും. നമുക്ക് ഭയങ്കരമായിട്ട് മാനസിക സംഘർഷമായിരുന്നു. അപ്പൊ ഇതിപ്പോ ഒരുപാട് സന്തോഷമുണ്ടല്ലോ, മാറി ഒരുപാട് സന്തോഷത്തിൽ. ഏറ്റവും ആദ്യം ഇത് നോട്ടീസ് ചെയ്യപ്പെടുന്നത് ബാർബർ തന്നെ ആയിരിക്കും. അദ്ദേഹമാണ് ആദ്യം ഇത് മാറുന്നതിന്റെ കാര്യം നിങ്ങളോട് പറയുക. എന്തായാലും വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ഫേസ് കാണിച്ച് മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അനുഭവം വിവരിച്ചതിൽ അതിന് ഞങ്ങൾക്ക് അങ്ങേയറ്റം നന്ദി നിങ്ങളോടുണ്ട്, ഷെറിക്സിന്.
നിങ്ങൾ വീഡിയോ കണ്ടു വന്നതുപോലെ നിങ്ങളുടെ വീഡിയോയും കണ്ട് പല ആൾക്കാർക്ക്, അതായത് ഈ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. എൻ്റെ കോബ്രദറിന് ആരും പുറത്ത് പറയത്തില്ല. ആരും പറയുകയില്ല. ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, അവർക്കും അറിയാം ഇത് ഇന്നതാണെന്ന്. പക്ഷേ ആരും അത് വെളിപ്പെടുത്തതുമില്ല. അത് മാത്രമല്ല, വെളിപ്പെട്ട് കഴിഞ്ഞാലും ഇത് പറയാൻ ഒരാളും തയ്യാറാവത്തുമില്ല. ഇവിടെ തന്നെ ഞാൻ തന്നെ പറയുന്ന ഫുഡിൻ്റെ അലർജിയാ, ഫുഡിൻ്റെ ഇല്ല, ഇവിടെ തന്നെ വന്ന് രോഗം ഭേദമായി പോയ ഫൈനൽ ഇത് കഴിഞ്ഞു പോകുന്നവർക്ക് ആദ്യമൊക്കെ വളരെ സന്തോഷമാണ് വീഡിയോ എടുക്കാൻ. പക്ഷേ ക്യൂറായി കഴിഞ്ഞത് എടുക്കാൻ മടിയാണ്. അടിയാണ്. അപ്പോൾ നിങ്ങളതിന് മനസ്സ് കാണിച്ചു. പൊതുജന നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളതിന്. ഇത് മറ്റുള്ളവർ കണ്ടു പറയണം തീർച്ചയായിട്ടും. കാരണം ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം ഞാൻ പലയിടത്തും പോയി ഇത് കണ്ടു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 4 മാസം 2 മാസം കൊണ്ട് കുറേയൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വലിയ പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല. പിന്നെ കറക്റ്റ് റിസൾട്ട് കിട്ടിയപ്പോൾ ഇന്ന് രാവിലെ അമ്മ എന്നോട് പറഞ്ഞു, അങ്ങനെ കുറഞ്ഞോളം നല്ല രീതിയിൽ മാറ്റിയിട്ടുള്ളത്. മറ്റുള്ളടത്ത് പോയാൽ നീ ഒരുപാട് അടുത്ത് പോയിട്ടുള്ളതല്ലേ, അതിനേക്കാളൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യുക, 10 നീ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന അമ്മ പറയുന്നത്. ഇല്ല, നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ, ഒരു 4 മാസം കഴിയുമ്പോൾ നമ്മൾ ആ പഥ്യം ചെറുതായിട്ട് ഓരോന്നോരോന്ന് മാറ്റി പരീക്ഷിച്ച് നോക്കണം. അതോടൊപ്പം തന്നെ അകത്ത് കഴിക്കാനുള്ള മരുന്നുകൾ തൽക്കാലം ഈ കോഴ്സൂടെ കഴിയുമ്പോൾ നിർത്തിയതിന് ശേഷം നമ്മുടെ ഓയിൽ മാത്രം വരുന്ന 3 മാസത്തേക്ക് ഡെയിലി 1 പ്രാവശ്യം പുരട്ടുക. ആ 3 മാസം ആകുമ്പോൾ മൊത്തം 6 മാസമാകും. 6 മാസം കഴിഞ്ഞ് വരുന്ന 6 മാസങ്ങളിൽ കൃത്യമായിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം പുരട്ടുക. ആ കാലയളവിൽ ഈ 1 വർഷത്തേക്ക് ഇത് പൂർണ്ണമായിട്ട് മാറുമോ ഇല്ലയോ എന്നൊക്കെ പലർക്കും സംശയമുണ്ട്. നമുക്കൊരിക്കലും അങ്ങനെ ഇത് പൂർണ്ണമായിട്ട് മാറും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. നിങ്ങളുടെ ആഹാരക്രമങ്ങൾ, നിങ്ങളുടെ ജീവിതശൈലി ഇതൊക്കെ മാറുകയാണെങ്കിൽ മാറ്റിയാൽ ഈ രോഗം നിങ്ങളെ കീഴ്പ്പെടുത്തത്തില്ല. നിങ്ങൾക്ക് ആ രോഗത്തെ കീഴ്പ്പെടുത്താൻ പറ്റും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അത്ഭുതകരമായ ഇത്രയും ദിവസം കൊണ്ട് ഈ ഒരു മാറ്റം സംഭവിച്ചതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമുണ്ട്. അതിലുപരി നിങ്ങളിത് വെളിപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു.